മറ്റൊരു എന്താണ് എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഈ രേണു സുധിയും അവർക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസും തമ്മിലുള്ള ചാറ്റിനെ കുറിച്ച്. അതായത് രേണു സുധി അവരെടുത്തൊരു വീഡിയോക്കകത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഫിറോസിക്ക നമ്മൾ തമ്മിലുള്ള ചാറ്റൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു പറച്ചിൽ ഒരു ഡബിൾ മീനിങ് ഉണ്ട്. അതിനകത്ത് അന്നേരം എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ആ വീഡിയോക്കകത്ത്, എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറയുകയും ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഈ വീഡിയോ കേട്ടപ്പം ആ ഇക്കാക്കും അത് തോന്നി, അത് ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കും അത് തോന്നി. അതുകൊണ്ട് പുള്ളി ആ കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നുകൊണ്ട് ഒരു വോക്കൽ അയച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഇന്ന് എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ട്, അത് നമുക്കും കിട്ടി. അപ്പോൾ ആ ഒരു വോക്കലാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. നേരെ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് ഇത്ര വലിയ തെറിയാണോ? ശരിക്കും രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തി നിൽക്കല്ലേ രേണു സുധി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കട്ടെ, രേണു സുധി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമായിരുന്നു, സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇക്കാതെ മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചില കാരണം ചില ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത്. അതൊരു കറക്റ്റാണ് കേട്ടോ. എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ മീനിങ് ആയിട്ട് ചിന്തിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഫിറോസുക്ക നമ്മൾ തമ്മിലുള്ള ചാറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നമ്മളെല്ലാം കൂട്ടുകാരില്ലായിരുന്നു എന്ന് പറയുന്നതും, ഫിറോസുക്ക നമ്മൾ തമ്മിൽ നടത്തിയ ചാറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അതൊന്നും മറക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ ആ പറച്ചിൽ തന്നെ ഡബിൾ മീനിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഏതാണ്ടൊക്കെ പറയാൻ പാടില്ലാതൊക്കെ പറഞ്ഞ ചാറ്റിങ്ങുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു രേണു സുധിയുടെ ഉദ്ദേശം. അവർക്ക് എപ്പോഴും അങ്ങനെ ആണല്ലോ, ഉപകാരം ചെയ്തവരൊക്കെ ഇപ്പം അല്ലെങ്കിലും അവരുടെ ശത്രുക്കളാണല്ലോ. എന്തായാലും നമുക്ക് ബാക്കി ഓക്കലൂടെ കേൾക്കാം. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിന് മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുമായിട്ട് സംസാരിച്ചു, എൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുമായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു അക്സെപ്റ്റ് ചെയ്താണ്. അത് അവർ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫ് ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു ഞാനത്, അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത, നല്ലതെന്ന് പറയാൻ വയ്യ, ഇപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിലെ കംപ്ലൈൻറ്റ് കാരണം. ഓക്കെ, എനിവേ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ 15,000 രൂപ എന്നല്ല വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞു തന്ന ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് രണ്ടാമത് സംസാരിച്ചത്. അതിൻ്റെ മുന്നൊരിക്കൽ സംസാരിച്ചിട്ടുള്ളൂ. കൂടുതലും ഞാൻ ഇവരായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ട് അവിടെ. വീടിൻ്റെ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല, അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ കേട്ടല്ലോ, ഈ ഒരു വാക്ക് കൊണ്ട് തന്നെ എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. രേണുവിൻ്റെ വീട്ടുകാരെ, അതായത് ഇവർ സഹായിച്ച് വെച്ച് കൊടുത്ത ഒരു വീട്, ആ ഒരു വീട് ഒരു ചാനലുകാരെ ഒന്ന് ഹോം ടൂർ നടത്തിക്കോട്ടെ എന്നും പറഞ്ഞ് വന്നപ്പം ഇവരായിട്ട് തന്നെ വിട്ടാണ്. ഇവർക്കൊരു പ്രൊമോഷൻ കിട്ടണമല്ലോ. ഇത്ര ലക്ഷം രൂപ മുടക്കി ഒരു വീട്, അവർക്ക് മഴ നനയാത്ത ഒരു വീട്, വെയിലുള്ളാതൊരു വീട് നിർമ്മിച്ചു കൊടുത്തതല്ലേ. എന്തായാലും അങ്ങനെ ചെയ്തു കൊടുത്തവർ അന്നേരം അവരെടുക്കിയ തന്നെ 15,000 രൂപ കിട്ടിയാലേ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം നിങ്ങൾ ഇവരുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇവരുടെ മനസ്ഥിതി എന്താണെന്നുള്ളത്. ഇപ്പോൾ രേണുവിൻ്റെയൊക്കെ നന്ദി കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ബാക്കിയുടെ കേൾക്കാം നമുക്ക്. സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ദോ ആ വീടിൻ്റെ പേര് ഇടലിന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുധില എന്നുള്ള പേര് ഒരു 4-5 പേർക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു എന്താണ് ഡിസൈൻ ബൈ KHDC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നും വെച്ചില്ല, അത് വെച്ചോളൂ, നിങ്ങളെ ഉണ്ടാക്കി തന്നെ. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിൻ്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറേ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കരുത്, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24ന്റെ വീടായത്, അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് നിങ്ങൾ പലർക്കും അറിയില്ല. സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പോൾ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിന് പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത
ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാർ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. അപ്പൊ കേട്ടല്ലോ, നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ പലതവണ പറഞ്ഞപ്പോൾ ഈ രേണുവിന്റെ ഒക്കെ ഈ സ്വഭാവം കൊണ്ട് ഇതുപോലെ സഹായം ചെയ്യുന്നവർ തന്നെ നാളെ വേറൊരാൾക്ക് സഹായം ചെയ്യാൻ മടിക്കുന്നുള്ളത് അത് കറക്റ്റായി കണ്ടോ. ഇവര് ഇപ്പം നിലവിൽ എല്ലാവർക്കും ഇതേപോലുള്ള അശരണരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നവരാണ്. ഈ ഒരു രേണുവിന് വീട് വെച്ച് കൊടുത്ത ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം അവർ ആ ഒരു പരിപാടിയെ സ്റ്റോപ്പ് ചെയ്ത്. കാര്യം എന്തിനാണ് വള്ളി പിടിക്കുന്നത് എന്ന് തോന്നിക്കാണും. ഇത് തന്നെയാണ് സെയിം ആ അച്ഛൻ്റെ കാര്യത്തിൽ സംഭവിച്ചേക്കുന്നത്. അച്ഛൻ ഇനി തല്ലിക്കൊന്ന ആർക്കെങ്കിലും വസ്തു കൊടുക്കുമോ? കൊടുക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ പിതാവ് എന്ന് പറയുന്ന പുള്ളി, ബിഷപ്പ് എന്ന് പറയുന്ന പുള്ളി വസ്തു കൊടുത്ത് അയാളെ സോഷ്യൽ മീഡിയക്കകത്തിട്ട് വലിച്ചു കീറി കൊന്ന് നാശമാക്കി. ബാക്കിയൂടെ കേൾക്കാം നമുക്ക്. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇതെന്ന് പറഞ്ഞ തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയില്ല. എനിക്ക് നാട്ടുകാരെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്ത വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയിരുന്നാണ് ഒരു 40,000 50,000 രൂപ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല, നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും. അല്ല നാട്ടുകാരെ പറ്റി ജീവിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനൊന്നും എനിക്കില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം. അപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതുപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതുപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അല്ല നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ അല്ലേ. ഇതൊരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സോറി, ഞാനത് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറയാം, അല്ലാതെ ഈ വിളി കേട്ട അദ്ദേഹത്തിനോടല്ല. അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ പല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട് പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം സ്കൂളിന്റെ പടി ചവിട്ടാത്ത കുറെ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ട് ഇവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ ചുമ്മാ വന്നിട്ട് അവരുടേതായ കുറെ കമന്റുകൾ എഴുതുക, അവരുടെ ഇമാജിനേഷനിൽ കുറെ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല പൊന്നു മക്കളെ. നിങ്ങൾക്ക് വല്ല ആ മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ അതിട്ട് ആ റോട്ടിൽ ഇറങ്ങിയിട്ട് വല്ല ആൾക്കാർക്ക് വല്ല നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്, അതിനകത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അല്ലാതെ വെറുതെ ഈ മൊബൈൽ റീചാർജ് ചെയ്ത് വല്ലവൻ്റെയും കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക. ഇതൊക്കെ ഒഴിവാക്ക്. പറഞ്ഞു രേണുവിന്റെ കാര്യമാണ്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിന്റെ ഒരു 1-2 മാസം മുന്നേ അത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതുവരായിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരായിട്ടുണ്ടായിരുന്നത്. അത് ഫൈനൽ ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി. അതിനുശേഷം രേണുവിന്റെ വീട്ടിൽ പോവുകയോ രേണുവുമായിട്ട് സംസാരിക്കുകയോ രേണുവുമായിട്ട് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ രേണുവിന്റെ മൊബൈൽ നമ്പർ പോലും എൻ്റെ മൊബൈലില്ല. അത് ആ വീട് താമസം കഴിയത്തിന്റെ ആ സമയത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവളുടെ അച്ഛന്റെ നമ്പർ ഉണ്ട് തോന്നുന്നു. അപ്പൊ സംഗതി ക്ലിയർ ആയല്ലോ. പുള്ളിയുടെ ഭാഗം പുള്ളി വന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. ഇനി ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് രേണു സുധിയാണ് വന്ന് വിത്ത് പ്രൂഫ് ഉൾപ്പെടെ തെളിയിക്കേണ്ടത്. പുള്ളി ഇപ്പം എന്തായാലും സൈബർ ഇടങ്ങളിൽ പുള്ളിക്കെതിരെ ആൾക്കാർ കമന്റുകൾ വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇന്നതാണ് സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. ബാക്കി ഇനി എന്തെങ്കിലും ഇതിന് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ആരാണ് രേണു സുധി വിത്ത് തെളിവുമായിട്ട് വന്ന് വേണം അവതരിപ്പിക്കാം. എങ്കിലേ ഇനി ഇപ്പം ഈ പ്രസക്തിയുള്ളൂ. അല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതി വന്നിരുന്നുകൊണ്ട് എന്തോലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചത് കൊണ്ടോ കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇദ്ദേഹം ആ വീട് വോക്കലയച്ചതോടുകൂടി എന്തായാലും അത് നടന്നു. അപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കുന്നവരും മേടിക്കുന്നവരും തമ്മിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ഒക്കെ സംഭവിക്കും. എന്തായാലും ഫ്രണ്ട്സ് എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അതിനപ്പുറത്തേക്ക് ഡബിൾ മീനിങ് വരുന്ന തരത്തിൽ ഒന്നും രേണുസുധി പറയണ്ട, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പുള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിവ് ഉൾപ്പെടെ രേണുസുധി തെളിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേറൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. താങ്ക്